മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് മോഹൻലാലിന്റെ മകനായി വേഷമിട്ട നടന്റെ മകൾ ഇന്ന് മോഹൻലാലിന്റെ പുത്രി വിസ്മയ മോഹൻലാലിന് ശബ്ദം നൽകിയിരിക്കുന്നു. വിസ്മയുടെ കന്നിച്ചിത്രമായ തുടക്കം സിനിമയിൽ അവർക്ക് ശബ്ദം നൽകിയത് ആദിത്യലക്ഷ്മി എന്ന യുവതിയാണ്. ഇതേ സിനിമയിൽ അഭിനയിക്കാനായി കാസ്റ്റ് ചെയ്യപ്പെട്ട ആദിത്യലക്ഷ്മി പിന്നീട് വിസ്മയ്ക്ക് ഡബ്ബ് ചെയ്യാൻ ആള് വേണമെന്ന സാഹചര്യത്തിൽ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുകയായിരുന്നു. ഒടുവിൽ വിസ്മയുടെ ഒപ്പം അഭിനയിക്കാനും ശബ്ദം നൽകാനും ആദിത്യലക്ഷ്മിയെ കൊണ്ടായി. 1992 റിലീസ് ചെയ്ത സൂര്യഗായത്രി എന്ന മോഹൻലാൽ സിനിമയിൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചയാളാണ് ആദിത്യലക്ഷ്മിയുടെ പിതാവ് അനു ആനന്ദ്. ഇവിടെ മോഹൻലാലിന്റെയും ഉർവശിയുടെയും മകനായിട്ടാണ് വേഷമിട്ടത്. അനു ആനന്ദാണ് അങ്ങനെ വേഷമിട്ടത്. അതിനു മുൻപ് രാക്കുയിലിൻ രാധസദസ്സിൽ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കും സുഹാസിനിക്കും മകനായതും അനു ആനന്ദ് അല്ലാതെ മറ്റാരും തന്നെയല്ല. നന്നേ ചെറുപ്പത്തിൽ വിവാഹിതനായ അനു ആനന്ദിന്റെ വിവാഹത്തിൽ മോഹൻലാലിന്റെ സാന്നിധ്യവും അന്ന് ഉണ്ടായിരുന്നു. തെല്ലും പ്രതീക്ഷിക്കാത്ത നേരത്താണ് സുജി കുഞ്ഞമ്മ വിളിക്കുന്നതെന്ന് ആദിത്യലക്ഷ്മി പറയുന്നു. സുചിത്ര മോഹൻലാലിനെ ഇത്രയും അടുപ്പത്തോടെ വിളിക്കുമ്പോൾ തങ്ങൾക്ക് മോഹൻലാൽ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ആദിത്യലക്ഷ്മിയുടെ വാക്കുകൾ സൂചന നൽകുന്നുണ്ട്. സിനിമയിൽ വരണമെന്ന ആഗ്രഹമുള്ള ആദിത്യലക്ഷ്മി അവസരമുണ്ടെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് സുചിത്രയോട് വളരെ മുൻപേ പറഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയാവുന്നവരാണ് വിസ്മയ മോഹൻലാലും ആദിത്യലക്ഷ്മിയും. ഡബ്ബിംഗ് എന്നാൽ വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് ആദിത്യലക്ഷ്മി പറയുന്നുണ്ട്. വിസ്മയയുടെ പരിശ്രമങ്ങൾക്ക് തന്റെ ശബ്ദം കൊണ്ട് യാതൊരു കോട്ടവും തട്ടരുതെന്ന് ആദിത്യലക്ഷ്മിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു അച്ഛൻ അനു ആനന്ദിന്റെയും മനസ്സിലും ആഗ്രഹം. സിനിമയിൽ വരിക എന്നത് ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നുവെങ്കിൽ പോലും ആദിത്യലക്ഷ്മിയുടെ മനസ്സിൽ താൻ ഒരു ഡബ്ബിംഗ് താരമാകും എന്ന സ്വപ്നത്തിൽ പോലും ചിന്തയില്ലായിരുന്നു. എന്തായാലും ഇത്രയും എല്ലാം സംഭവിച്ചതിൽ ആദിത്യലക്ഷ്മിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആദ്യ സിനിമയിൽ തന്നെ നടിയും ഡബ്ബിംഗ് താരവുമായി ഒരേ സമയം തിളങ്ങാൻ താരത്തിന് അവസരം കിട്ടി. അനു ആനന്ദിന്റെ മൂത്ത മകളാണ് ആദിത്യലക്ഷ്മി. സിനിമയിൽ വരും മുൻപേ അവർ സോഷ്യൽ മീഡിയയിൽ തന്റെ പ്രൊഫൈലുമായി നിറസാന്നിധ്യം തന്നെയായിരുന്നു. കേരള കലാമണ്ഡലത്തിൽ പഠിച്ച ആദിത്യലക്ഷ്മി നൃത്ത അധ്യാപികയും സുബ്ബ പരിശീലകയും കൂടിയാണ്. എന്നിരുന്നാലും ആദിത്യലക്ഷ്മി ഒരിക്കലും അഭിനയ മോഹം കൈവിട്ടിരുന്നില്ല. മോഹൻലാലിനൊപ്പം അഭിനയിക്കാനുള്ള അവസരവും ആദിത്യലക്ഷ്മിക്കുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച പരിചയമുണ്ടെങ്കിലും മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ താരപ്രഭ എത്രത്തോളം എന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്ന് ആദിത്യലക്ഷ്മി പറയുന്നു. എന്നാൽ മാതാപിതാക്കൾ കടുത്ത മോഹൻലാൽ ആരാധകരായിരുന്നു. അവരാണ് ആദിത്യലക്ഷ്മിയെ മോഹൻലാൽ ചിത്രങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും. തുടക്കം റിലീസിന് ശേഷം ആദിത്യലക്ഷ്മി ചില മാധ്യമങ്ങൾക്കൊക്കെ അഭിമുഖങ്ങൾ നൽകിയിരുന്നു. സിനിമയിൽ വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പിതാവ് തനിക്ക് നൽകിയ ഉപദേശങ്ങളെക്കുറിച്ചാണ് ആദിത്യലക്ഷ്മി പറഞ്ഞത്. കൃത്യനിഷ്ഠത പാലിക്കുക, സെറ്റിൽ എല്ലാവരെയും ബഹുമാനത്തോടെ കാണുക, സർവോപരി എല്ലാവരുടെയും സമയത്തെ മാനിക്കുക എന്നതൊക്കെയായിരുന്നു അനു ആനന്ദ് മകൾക്ക് നൽകിയ ഉപദേശം. എന്താണെങ്കിലും ഈ ഉപദേശങ്ങളെല്ലാം തന്നെ അനുവിന്റെ മകൾ ആദിത്യ വളരെ മനോഹരമായി തന്നെ നിറവേറ്റി.